35,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 35,000 A-Star പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് വണ്ടി കൊടുക്കാം. അതെ അതെ, അത്രയും വൃത്തിയും ക്വാളിറ്റി ഉള്ള വണ്ടിയില്ലേ? നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുള്ളാണ്, ഉറപ്പ് മുടക്കണ്ട. ബലേനകളൊക്കെ ഫുള്ളാണല്ലേ? എല്ലാം ഫുള്ളാണ് കൊടുക്കല്ലേ? ചോദിക്കുന്ന റേറ്റ് 1.5 ലക്ഷം റുപ്യാണ്. നമുക്കിത് കസ്റ്റമർക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ഉറപ്പ് മുടക്കാൻ വണ്ടി ഇറക്കാമല്ലേ? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 5.25 ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തി നമ്മൾ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം റുപ്യ നമുക്ക് ലോണും ഫുൾ ഓൺ തരുന്ന വണ്ടിയാണല്ലേ? സദാ വണ്ടി ഫുൾ ഓണിൽ കൊടുക്കാം. ഇത് ഡീസൽ വരുന്നത് പ്രൈസ് 1.75 ഇത് നമുക്ക് ഏകദേശം ഫുൾ ഓൺ നമുക്ക് വണ്ടി ഫുൾ ആണ്. അൾട്ടോണർ ഫുൾ ഓൺ ആണ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്, ഫുൾ പക്ക വണ്ടിയാണല്ലേ? RXT ആണ് ഓപ്ഷൻ വരുന്നത്. 2.10 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൊടുക്കാറല്ലേ? ലോൺ കാര്യങ്ങളൊക്കെ എത്ര കയറും? ഏകദേശം ഒരു 40,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 40,000 ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതും പെട്ടുവണ്ടി. നമ്മളങ്ങനെ വീണ്ടും അരിപ്പുള്ള ദോസ് യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കണ്ടേ. കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് ഒരു 15ഓളം വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. നമ്മളെ കോളിൽ ആരുമാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ലോ? സുഖം. ഉഷാറാണല്ലേ? ഉഷാറാണ്. ലൊക്കേഷൻ പറഞ്ഞാണ്. ലൊക്കേഷൻ കറക്റ്റ് പെരിന്തൽമണ്ണ ടു മലപ്പുറം ഹൈവേയില് അരിപ്ര സ്കൂൾ പടിയാണ് ഇവിടെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. നിസാന്റെ ഷോറൂം ഉണ്ട്. നിസാന്റെ ഷോറൂം, മഹേന്ദ്രന്റെ ഒക്കെ ഷോറൂം ഉണ്ട്. അതിന്റെ അടുത്തായിട്ടാണ്. എത്ര മുതലാ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഇവിടെ? നമ്മള് ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ മേപ്പോട്ട് ഒരുവിധം വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ പൈസക്ക് നാനൊക്കെ ഉണ്ട്. ഒരു 28,000 രൂപ മുടക്കിലിറക്കാം. ഓ, പിന്നെ ഫുൾ വണ്ടികൾ കുറയണ്ടല്ലോ? ഫുൾ വണ്ടികൾ ഒരു 8-9 വണ്ടികൾ നമുക്ക് ഫുൾ ഇറക്കാം കൊടുക്കാല്ലേ? ഓക്കെ. അതേമാതിരി ബൊലേറകളൊക്കെ ചെറിയ കായ് കൊടുക്കാം. എക്കോ സ്പോർട്ടുകൾ ചെറിയ മുടക്കില്, I20 ചെറിയ മുടക്കില്. പിന്നെ അതുപോലെ തന്നെ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു 50,000 40,000 മുടക്കിൽ അങ്ങനെയും കൊണ്ടുപോകാം ഡൗൺ പേയ്മെന്റില് കൊടുക്കാറല്ലേ? അതെ അതെ. ഫുൾ ഓൺലുണ്ട്. വീഡിയോ കൂടി കാണാം, ഒക്കെ കാണാനല്ലേ? ഓക്കെ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണ്ട. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഒരു ചെറിയ ചായക്കായ്ക്കാണ് ഞാനും കൊടുക്കുന്നുണ്ട്. 30,000 കൂടി തികയാത്ത വണ്ടി. എങ്ങനെ നല്ല ഡീറ്റെയിൽ ഉണ്ട്? 2011 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് നിലവിലുള്ളത്. കിലോമീറ്റർ പറയാൻ പറ്റുകയാണെങ്കിൽ കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? വേറെ മേജറോ റീപ്ലേസ് ഒരു പരിപാടി ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഓക്കെ. ചെറിയ ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാണ്ടല്ലേ? നമ്മളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി നിർത്തിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എത്ര കൊടുക്കുന്ന ഈ വണ്ടി? നമുക്കൊരു 28,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 28,000 രൂപയ്ക്കോ? 28,000 രൂപയ്ക്ക് ഞാനാണ് കൊടുക്കാം. ഇനി പഠിക്കുന്നവർക്കും പറ്റും. അതുപോലെ ചെറിയ ഓട്ടത്തിന് ഈ സാധനങ്ങൾ വിൽക്കാൻ അങ്ങനത്തെവർക്കും പറ്റിയ വണ്ടിയില്ലേ? AC കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ വണ്ടി, നോർമലാണ്. മൈലേജ് എന്തായാലും 20 മേലെ കിട്ടൂലേ? 20 മേലെ എന്തായാലും മൈലേജ് ഉണ്ടോ? മോഡല് കുറഞ്ഞതും വില കുറഞ്ഞതും മൈലേജ് കുറയില്ലല്ലോ? അല്ലേ? ഓക്കെ. എന്തായാലും 20 പേപ്പർ മൈലേജ് വേറെ പണികളൊന്നും ഇല്ല. ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ? ഫുൾ പക്കല്ലേ? പക്കയാണ്. ഓക്കെ. ഇനി വണ്ടി പൊളിക്കാൻ കൊടുത്താലും കിട്ടും. ആ പൈസ കിട്ടും ചെയ്യാമല്ലോ. ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കാറ്. എങ്ങനെ പോയാൽ പൈസ കിട്ടും, മുതലാവും. അടുത്ത വണ്ടി വൈറ്റ് കളർ ഇയോൺ ആണ്. എങ്ങനെ ഡീൽ ഉണ്ട്? ഇത് 2013 മോഡല്. 13 മോഡല് ഇറാണ് വരുന്നുണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെന്താ, ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1.5 ലക്ഷം റുപ്യാണ്. നമുക്കിത് കസ്റ്റമർക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ഉറപ്പ് മുടക്കാൻ വണ്ടി ഇറക്കാറല്ലേ? 13 മോഡല് ഫുൾ ഓണിലാണ് ഈ ഇയോണ് കൊടുക്കുന്നുണ്ട്. വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും പക്ക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. പിന്നെന്താ, പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ എന്തായാലും ഒരു 18 കിലോമീറ്റർ മൈലേജ് മൈലേജ് കിട്ടും ചെയ്യും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? തീർച്ചയായിട്ടും. അടുത്ത വണ്ടി ഹുണ്ടായിന്റെ ക്രെറ്റയാണ്. എങ്ങനെയില്ലേ? 2015 മോഡല് SXO ആണ്. ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ് അല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.25 ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? നമ്മള് 8,500 രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കുറച്ചാൽ കൊടുക്കും. പിന്നെന്താ, നമുക്കൊരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും. 1 ലക്ഷം ഡൗൺ പേയ്മെന്റ് നമുക്ക് XUV കറ്റമ കൊടുക്കാം. ഇത് ഡീസലിന്റെ പേരിന്റെ ഡീസലാണ്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും ഒരു 19-20 ആ ലെവൽ എന്തായാലും മൈലേജ് കിട്ടും. നല്ല പവറുള്ള വണ്ടിയാണ്. ഫുള്ള് ഹിസ്റ്ററിയുള്ള വണ്ടിയല്ല? കറക്റ്റ് എല്ലാ സർവീസും കറക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണല്ലോ. അടുത്ത വണ്ടി ഒരു 7 സീറ്റ് ഇന്നോവ ആണ്. വൈറ്റ് കളറാണ്. എങ്ങനെ ഇല്ലേ? ഇത് 2011 മോഡല് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീ വണ്ടിയാണ്. അതെ. ഓപ്ഷൻ ഇത് ഓപ്ഷൻ G4 ആണ് വരുന്നത്. ഓക്കെ. ടൈപ്പ് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് ന്യൂ ഷേപ്പ് ആയിക്കോണല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.65 ആണ് ഓടിയാണ്. മീറ്റർ കാണുമ്പോൾ പറയുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം റീ വണ്ടി ആവുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂലല്ലോ, നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്.
ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് 4th ഓണർഷിപ്പ് ആണ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 5.25 ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തി നമ്മൾ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം. ലോൺ കുറവില്ല, ലോൺ നമുക്ക് ഏകദേശം ഒരു 5 രൂപ ഒരു 4.5 കയറ്റി കൊടുക്കാം. 4 ലക്ഷം റുപ്യ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്യാലല്ലേ? എന്തായാലും ഒരു 1.5 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാലല്ലേ? വണ്ടി ഇറക്കാലല്ലേ? ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോൾ ഒരു 11-12 ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടും. ചെയ്യല്ലേ? വേറെ പണികളൊന്നും ഫുൾ ക്ലിയർ വണ്ടിയില്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? 100% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ്. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ കിഡ് ആണ്, റെഡ് കളറാണ്. എങ്ങനെ ഇത് 2017 മോഡല് 3rd ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, 3rd ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. കിലോമീറ്റർ കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്, ഫുൾ പക്ക വണ്ടിയാണല്ലേ? RXT ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സീരിയലൊക്കെ ഉഷാറാണല്ലേ? ഓക്കെ, 9265 നമ്പർ വരുന്നത്. വേറെ റീപ്ലേസ് എന്ത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും. ഇതിന് ഹിസ്റ്ററി ഉണ്ടെന്നാല് ഹിസ്റ്ററി 100% പക്ക കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അത് ഓട്ടോമാറ്റിക്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? നമ്മൾ 3.25 നമ്മൾ ചോദിക്കുന്നുണ്ട്. 25,000 റുപ്യ. തീർച്ചയായിട്ടും കസ്റ്റമറിന് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു 40,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക് നമുക്ക് കിഡ് കൊണ്ടാകാം. മൈലേജ് കിട്ടുന്നാല് മൈലേജ് എന്തായാലും ഒരു 17-18 റേഞ്ചിൽ എന്തായാലും മൈലേജ് ഉണ്ട്. ഓട്ടോമാറ്റിക്കിന് പെട്രോളിന് മൈലേജ് കിട്ടും ചെയ്യുമല്ലോ അല്ലേ? അടുത്ത വണ്ടി അൾട്ടോ 800 ആണ്. എങ്ങനെയില്ലേ? 2020 മോഡലാണ്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട്. തട്ടുമുട്ട അപാകതകളൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3.25 നമുക്ക് ഏകദേശം ഒരു 10,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും. വെറും 10,000 റുപ്യക്ക് 10,000 റുപ്യക്കാണ് അൾട്ടോ 800 കൊടുക്കേണ്ടത്. ബാക്കി ലോണ മാസത്തിൽ 2,000-3,000 കടക്കേണ്ടി വരുമല്ലോ അല്ലേ? വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ക്ലിയർ വണ്ടിയില്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യല്ലേ? ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോൾ 18-19 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. മൈലേജ് കിട്ടി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുൾ പക്ക ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ലേ? അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ 800 ആണ്. വൈറ്റ് കളറാണ്. 2013 മോഡലാണ്. 2nd ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. LXI ആണ് വരുന്നത്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ 1.40 ഓടിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1.75 ആണ്. ഇത് നമുക്ക് ഏകദേശം ഫുള്ളോളം നമുക്ക് വണ്ടി ഫുള്ളാണ്. അൾട്ടോണർ ഫുള്ളാണ്. ഫുൾ അക്ക വണ്ടിയില്ലേ? തീർച്ചയായിട്ടും. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. വേറെ മേജർ പരിപാടി റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ടയർ കാര്യങ്ങള് ഫ്രണ്ടിൽ കുറച്ച് കമ്പനി അല്ലേ? ബാക്ക് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് ടയർ നമുക്ക് വേണമെന്ന് വിചാരിച്ചാല് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആക്കിയാൽ തരും നിങ്ങൾക്ക്. തീർച്ചയായിട്ടും. ഓക്കെ, ഫുള്ളാണ് 100 റുപ്യ മുടക്കാതെ അൾട്ടോ 800 കൊണ്ടുപോകാം. 18,000 മൈലേജ് കിട്ടുമല്ലോ അല്ലേ? എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി ബ്ലാക്ക് കളറ് വാഗണർ ആണ്. എങ്ങനെയാണല്ലോ ഡീറ്റെയിൽ? 2010 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 10 മോഡലും സിംഗിൾ ഓണർഷിപ്പ് ആണ്. VXI ആണ് ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കിലോമീറ്റർ 1.80 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ന്യൂ ഷേപ്പിക്ക് മാറ്റി ചേഞ്ച് ചെയ്തോണോ? ഫുള്ള് ക്ലിയർ ആക്കി വണ്ടിയാണ്. 77-96 നമ്പർ ഉണ്ട്. അതെ. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? നമ്മള് 2.10 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൊടുക്കാറല്ലേ? ലോൺ കാര്യങ്ങളൊക്കെ എത്ര കയറും? ലോൺ ഏകദേശം നമുക്ക് 2010 ആവുകൊണ്ട് ഏകദേശം ഒരു 50 റുപ്യ 60 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി 15,000 റുപ്യ നമുക്ക് ബ്ലാക്ക് കളർ വാഗണർ ഫുൾ പക്ക സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊണ്ടുപോകാമല്ലോ? മൈലേജ് എത്ര കിട്ടും? മൈലേജ് എന്തായാലും ഒരു 16-17 റേഞ്ചിലാണ് മൈലേജ് കിട്ടും ചെയ്യുമല്ലോ അല്ലേ? അടുത്ത വണ്ടി ഡാക്സന്റെ വണ്ടിയാണ്. ഗോ പ്ലസ് ആണ്. 7 സീറ്റ് വണ്ടി അല്ലേ? 2017 മോഡല് 2nd ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, 70,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ, ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് 2.60 ആണ്. നമുക്ക് ഏകദേശം ഫുൾ ഓൺ നമുക്ക് കസ്റ്റമർക്ക് 7 സീറ്റ് വണ്ടി നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. വേറെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇന്ത്യൻ വൃത്തിയിലുണ്ടല്ലോ അല്ലേ? അതെ അതെ. 7 സീറ്റ് വണ്ടി അല്ലേ? ചെറിയ പൈസ കൊടുക്കല്ലേ? 70,000 കിലോമീറ്റർ ഓടിച്ചോളൂ. 70,000 കിലോമീറ്റർ. ഹിസ്റ്റർ ഉണ്ട് അതിന്? കമ്പനി ഹിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ലോൺ എത്ര കയറും? പൈസ മുടക്കണ്ട, 1 റുപ്യ മുടക്കണ്ട. അതാറുണ്ട്. മൈലേജ് എത്ര കിട്ടും പെട്രോൾ ആകുമ്പോ? മൈലേജ് എന്തായാലും ഒരു 16-17 കിലോമീറ്റർ മൈലേജ് എന്തായാലും പെട്രോൾ മൈലേജും കിട്ടും. ഫുൾ പക്ക വണ്ടിയില്ലേ? അടുത്ത വണ്ടി മാരുതിയുടെ ബലേനാണ്. ബ്ലൂ കളർ കേട്ടോ. 2017 മോഡല് സീറ്റാണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജർ പരിപാടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. 5.75 ചോദിക്കുന്നത്. നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തിയിട്ട് കുറച്ച് കൊടുക്കാം. 5,75,000 എന്തായാലും കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറും?
ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ആണ്, ഉറപ്പ് മുടക്കണ്ട. ബലേനാളൊക്കെ ഫുൾ ആണല്ലേ, എല്ലാം ഫുൾ ആണ് കൊടുക്കല്ലേ. പെട്രോൾ അല്ലേ അതാ ഡീസലാണ്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും 22-21 കിലോമീറ്റർ എന്തായാലും കിട്ടും. മൈലേജ് കിട്ടും. നേരിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി ഹോണ്ട ജാസ് ആണ്, വൈറ്റ് കളർ അല്ലേ. ഏതില്ലേ? 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഇത് 1,00,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. നമ്മള് 560 ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 60,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊടുക്കാം. 5,60,000 വെച്ചാൽ 60,000 റുപ്യക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങൾ ഒരു പരിപാടി ഇല്ല. ഓണർഷിപ്പ് എത്ര? സിംഗിളോ? സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ. ഇത് ഡീസൽ പെട്രോൾ? ഡീസലാണ് ഫ്യൂൽ വരുന്നത്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും 23-24 കിലോമീറ്റർ എന്തായാലും കിട്ടും. എന്നാലും ഡീസലിന് മൈലേജ് കിട്ടും. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ലേ, പക്ക വണ്ടി. എണ്ണ അടിച്ച് ഓടിയാൽ മതില്ലേ. തീർച്ചയായിട്ടും. അതാണ്. അടുത്ത വണ്ടി എ സ്റ്റാർ ആണല്ലേ, ഒരു റെഡ് കളറാണ്. അത് ഓട്ടോമാറ്റിക്കല്ലേ? ഓട്ടോമാറ്റിക്. ഞങ്ങളില്ലേ 2011 മോഡലാണ്. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നിലവിലുള്ള തേർഡ് ഓണർഷിപ്പിലാണ്. LXA VXA ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. 1,00,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഓടിയിട്ടുണ്ടല്ലേ. നിങ്ങള് ചോദിക്കുന്ന പ്രൈസ് 2.35 ആണ് ചോദിക്കണ്ടേ. നെഗോഷ്യബിൾ റേറ്റ് ആക്കാരോ? തീർച്ചയായിട്ടും. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ലോൺ എത്ര കയറുന്നാലേ? ഇത് നമുക്ക് ഏകദേശം ഒരു 35,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 35,000 റുപ്യക്ക് എ സ്റ്റാർ പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് വണ്ടി കൊടുക്കാം. അതെ. അത്രയും വൃത്തിയും ക്വാളിറ്റി ഉള്ള വണ്ടിയില്ലേ. ഇതിന് ലോൺ എത്ര കയറുന്ന? 35,000 റുപ്യക്ക്. നമുക്കൊരു 35 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാമല്ലേ. ഓക്കെ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും ഒരു 16-17 ആ റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞിട്ട് വേറെ പണികളൊന്നും ഇല്ല. നിലവില് 11 മോഡലാണെങ്കിലും അതിനെക്കാട്ടിലും ക്വാളിറ്റി ഉണ്ട് വണ്ടി. ക്വാളിറ്റി വൃത്തിയുണ്ട്. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അല്ലേ. അടുത്ത വണ്ടി ഹുണ്ടായി i20 ആണ്, ഒരു സിൽവർ കളർ അല്ലേ. 2016 മോഡല്, ഫുൾ ഓപ്ഷൻ ഡീസൽ ആണ്. ഡീസൽ ഫുൾ ഓപ്ഷൻ, ആസ്റ്റൻ ഓപ്ഷൻ വരുന്നുണ്ട്. അറിവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഫുൾ ഓപ്ഷൻ കാര്യങ്ങൾ എല്ലാം വരും. ഇതിന് മാപ്പിടിച്ച് ഫുൾ ഓടില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഇത് നിലവിൽ 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ. തേർഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി. നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. കാര്യമായിട്ട് പറയാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? നമ്മൾ ചോദിക്കുന്നത് 560 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. 5,60,000 എന്തായാലും കുറച്ചിട്ടാണ് കൊടുക്കും. തീർച്ചയായിട്ടും. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഇതൊരു 50,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. 50,000 മുടക്കുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. വേറെ പണികളൊന്നും റീപ്ലേസ് ചെയ്യാനൊന്നും ഇസ്റ്ററിന് കറക്റ്റ് കമ്പനി ഇസ്റ്ററിലാണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം എല്ലാ വൃത്തിയിൽ കവർ കാര്യങ്ങൾ ചെയ്ത് ഉഷാറൊക്കെ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും ഒരു 20-22 കിലോമീറ്റർ മൈലേജ് എന്തായാലും കൊണ്ട് ചെയ്തല്ലേ. അതുകൊണ്ട് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലോ അല്ലേ. 2018 മോഡലാണ്. നിലവില് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ. VXA ആണ്. പെട്രോൾ വണ്ടിയാണ്. വേറെ റീപ്ലേസുകൾ എന്തെയാണ്? ഒന്നുമില്ല. മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ടയർ കാര്യങ്ങളൊക്കെ ഒരു 90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ. CTR കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 565 ചോദിക്കണേ. കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് മാക്സിമം റേറ്റ് കമ്മിയാക്കി കുറച്ചിട്ടാണ് കൊടുക്കും. ഏകദേശം ഒരു 40,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. 40,000 റുപ്യ ന്യൂ ഷേപ്പ് സിസ്റ്റം ഒക്കെ ഉണ്ടാകും. അതും പെട്ടുവണ്ടി. മൈലേജ് എത്ര കിട്ടും? മൈലേജ് എന്തായാലും ഒരു 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. അത് അതിനായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണല്ലേ. സർവീസ് ഉള്ള വണ്ടിയാണല്ലേ. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ്. സഡാ വണ്ടി. എങ്ങനെയില്ലേ? ഇത് 2016 മോഡല്. LDA ആണ് ഓപ്ഷൻ വരുന്നത്. LDA ആണ് ബേസ് മോഡലാണ്. പിന്നെ കാര്യങ്ങളൊന്നും വരില്ലല്ലോ. നിലവില് 98,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ഇതിന്റെ 2 ഡോറ് മാറിയിട്ടുണ്ട്. റീപ്ലേസ് വേറെ മേജർ പരിപാടിയൊന്നുമില്ല. ഫ്രണ്ടോ ബാക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും 2 ഡോറ് മാറിയിട്ടുണ്ട്. ഹിസ്റ്ററിയിലുള്ളതാണ്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. എത്ര നമുക്ക് ഫയലിൽ ഒരു 4 ലക്ഷം റുപ്യക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. ഫുൾ ഓൺ കയറും. ഏകദേശം 4 ലക്ഷം റുപ്യ നമുക്ക് ലോണും ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണല്ലേ. സഡാ വണ്ടി ഫുൾ ഓണിൽ കൊടുക്കാം. ഇത് ഡീസൽ വരുന്നത്. അത് ഡീസൽ. എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും ഒരു 20-22 കിലോമീറ്റർ എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും. മാക്സിമം ലോൺ ഫുൾ ഓണല്ലേ. നല്ല പ്രൊഫൈൽക്ക്. വേറെ മെയിൻ ക്ലാസ് കൊണ്ടെന്ന് മറ്റേത് ഡോറ് 2 മാറിയിട്ടുണ്ട്. അടുത്ത വണ്ടി മാരുതിയുടെ റെഡ്സ് ആണ്. സിൽവർ കളർ. ഇത് 2013 മോഡല്. VXA ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. തട്ടുമുട്ട റീപ്ലേസ് ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അതെ. ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തോളൂ.
ഫുൾ അടിപൊളികളൊക്കെ ഉള്ളില് അത്യാവശ്യം ഇന്റീരിയലൊക്കെ നല്ല വൃത്തിന്റെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയിലെ എത്ര ചോദിക്കുന്നത്? നമ്മള് 290 ചോദിക്കുന്നത്. കുറച്ചിട്ടാണ് കൊടുക്കും തീർച്ചയായിട്ടും. ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോൺ ഏകദേശം നമുക്കൊരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും. വെറും 20,000 രൂപയ്ക്ക് നമുക്ക് റിഡ്സ് കൊണ്ടാകാം. അതും പെട്രോൾ വണ്ടി ഫുള്ള് പക്ക വണ്ടിയിലെ. തീർച്ചയായിട്ടും. പ്രോപ്പർ ഹിസ്റ്ററുള്ളതാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോൾ ഒരു 17 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഐറ്റിലിരുന്ന് ഓടിക്കാം. ആനപ്പുറത്ത് കൊണ്ട മാറിയില്ലേ. അടുത്ത വണ്ടി നാനോ ഓട്ടോമാറ്റിക് ആണ്. വൈറ്റ് കളർ. ഇത് 2016 മോഡലാണ്. ടിസ്റ്റ് ആണ്. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. കിലോമീറ്റർ 35,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളൂ. അത് ഓട്ടോമാറ്റിക്കല് കാര്യങ്ങളൊക്കെ പുത്തൻ പുതിയ ടയറാണ്. വേറെ അപാകതകളൊന്നും റീപ്ലേസ് ഒന്നുമില്ല. എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? 190 ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കൊടുക്കും. ലോൺ കയറുമ്പോ ഇത് നമുക്ക് 1 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം ചെയ്യാം. ഒരു 19-90 വണ്ടി ഇറക്കാം. അത് ഓട്ടോമാറ്റിക്കല്. പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? മൈലേജ് 22-22 ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. എന്തായാലും ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും. ധൈര്യം പറഞ്ഞു കൊടുക്കുക. വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ പക്ക ക്ലിയർ വണ്ടി. ഓട്ടോമാറ്റിക് ആണല്ലേ? അടുത്ത വണ്ടി 2 അൾട്ടോണുണ്ട്. ഒന്ന് റെഡ് ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്. എങ്ങനെയാണ് 2 ഡീറ്റെയിൽസ്? 2014 മോഡല് വൈറ്റ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവില് 65,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. നമ്മള് 220 ചോദിക്കുന്ന വണ്ടിയാണ്. വൈറ്റിന് ചോദിക്കണ്ടേ? മാക്സിമം കുറച്ച് കൊടുക്കും. ഇത് നമുക്ക് ഏകദേശം ഒരു 30,000 രൂപ 25,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി. വൈറ്റ് കളറ് അൾട്ടോണോ നമുക്ക് കൊടുക്കാം. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതെ. റെഡ് 2018 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. LXi രണ്ടുപേരുണ്ട്. അതെ. ഓക്കെ. ഇത് നമുക്ക് ഒരു 2.5 ലക്ഷം റുപ്യക്ക് നമുക്ക് ഫയൽ കൊടുക്കാം. നമുക്ക് ഏകദേശം 0 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി നമുക്ക് ഇറക്കി. അൾട്ടോണോ 100 രൂപ മുടക്കാതാണ് ഈ വണ്ടി ഇറക്കേണ്ടത്. അത് 20,000 രൂപയ്ക്ക് മുടക്കാം. 20,000 രൂപ മുടക്കിൽ അത് ഇറക്കി കൊടുക്കാം. ഫുൾ ലോണിലും കൊടുക്കാം. രണ്ടിനും 18 ലെവലിൽ മൈലേജ് കിട്ടും. ഫുൾ പക്ക ഗ്യാരണ്ടി വന്ന് കൊടുക്കാൻ വണ്ടിയില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് കാണാം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.